അങ്ങനെയാണ് ഇവിടെ സർപ്പക്കാവുകൾ അധികമായിട്ട് വന്നത്. പണ്ടങ്ങനെയായിരുന്നു, സർപ്പക്കാവിനോടൊരു കുളം ഉണ്ടാവുകയും ആ സർപ്പക്കാവിൽ ശുദ്ധജലം ഉണ്ടാവുകയും ആ സർപ്പക്കാവിൽ ഒരുപാട് സസ്യങ്ങൾ ഉണ്ടാവുകയും ആ സസ്യങ്ങളിൽ ഇഴജന്തുക്കൾ ഉണ്ടാവുകയും മറ്റുള്ള ജീവജാലങ്ങൾ വസിക്കുകയും കിളിയായാലും എട്ടുകാലിയായാലും വസിക്കുകയും പാമ്പുകൾ ഉണ്ടാവുകയും ഇഴജന്തുക്കൾ അടക്കം ഉണ്ടാവുകയും വിഷജന്തുക്കളായാലും വിഷമില്ലാത്ത ജന്തുക്കൾ ഉണ്ടാവുകയും ആ കുളത്തിൽ ഉണ്ടാകുന്ന മീൻ ഉണ്ടാവുകയും ആ മീനെ പിടിക്കാൻ കൊക്കുണ്ടാവുകയും കൊക്കിനെ പിടിക്കാൻ ഒരു പാമ്പുണ്ടാവുകയും പാമ്പിനെ പിടിക്കാൻ ഒരു പരുന്തുണ്ടാവുകയും ചെയ്യുന്ന ഒരു ആവാസ വ്യവസ്ഥയെയാണ് സർപ്പക്കാവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പിന്നെയും സൂക്ഷ്മമായിട്ട് ചിന്തിച്ചാൽ ഇഴഞ്ഞു വരുന്ന ആ പാമ്പ് മാത്രമല്ല സർപ്പം എന്ന് കണക്കാക്കേണ്ടി വരും. അവിടെയുള്ള സകല ജീവജാലങ്ങൾ, അതായത് ഒരു എട്ടുകാലിയായാലും ശരി, അവിടെയുള്ള ഒരു ജലമായാലും ശരി, സർപ്പം തന്നെയാണ്, അല്ലെങ്കിൽ സർപ്പത്തിൻ്റെ ഭാഗമാണെന്ന് വേണം പറയാൻ. അപ്പോൾ സർപ്പം എന്താണ്? അത് വളഞ്ഞു പുളഞ്ഞ് സർപ്പളാകൃതിയിൽ കിടക്കുന്ന ഒരു ചൈതന്യത്തിനെയാണ് സർപ്പം എന്ന് പറയുക. അത് അവിടെ മാത്രമല്ല, നമ്മുടെ അകത്തുമുണ്ട്. അതാണ് അതിനെയാണ് കുണ്ടലിനി എന്ന് പറയുന്ന അവസ്ഥയിൽ നമ്മളിവിടെ മൂലാധാരത്തിൽ പറയും. അതിനെ ഉണർത്താനുള്ള വഴികളാണ് യോഗയിലും ജപമായാലും തപമായാലും. ഇത്രയേ ഉള്ളൂ. ആ എനർജീനെയാണ് നമ്മൾ സർപ്പം എന്ന് പറയുന്നത്. അപ്പോൾ സർപ്പം എന്ന് പറഞ്ഞാൽ സകല ജീവജാലങ്ങളും അതിൽ പെടും. പക്ഷേ എന്തുകൊണ്ട് ഒരു പാമ്പിനെ, ഒരു വിഷജന്തുവിനെ മുന്നിലേക്ക് കൊണ്ടുവന്നു? ഒന്ന് പുരാണമായിട്ട് ബന്ധമുണ്ട് എന്നിരുന്നാലും നമുക്ക് എട്ടുകാലി പേടിയുണ്ടോ? ഇല്ല. പാറ്റ ഇല്ല. പാമ്പോ? പേടിയാണ്. അപ്പോൾ ആ പാമ്പിനെ പേടിച്ചിട്ട് ആ കാവിനെ അല്ലെങ്കിൽ ആ ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കാതിരിക്കാൻ മനുഷ്യൻ ഒരു പരിധിവരെയെങ്കിലും ശ്രമിക്കും. അപ്പോൾ ഇതിൽ കൂട്ടത്തിൽ നമുക്ക് ഭയം, മനുഷ്യൻ അങ്ങനെയാണല്ലോ, ഭയമുള്ളതിനെയാണ് നമ്മൾ സംരക്ഷിക്കുക, അല്ലെങ്കിൽ സംരക്ഷിക്കില്ല, നശിപ്പിക്കും. അപ്പോൾ അതിനും കൂടി കൊണ്ട് ആകണം അങ്ങനെ ഒരു സംവിധാനത്തിലെ പുരാണങ്ങളോട് കൂടി ബന്ധപ്പെടുത്തി മുന്നിലേക്ക് കൊണ്ടുവന്നത്. സർപ്പക്കാവ് ഒരു ആവാസ വ്യവസ്ഥയാണ്, തർക്കമില്ല. അതുകൊണ്ടാണ് കാവ് തീണ്ടരുത്, കാവ് തീണ്ടിയാൽ നമുക്ക് വെള്ളം കിട്ടില്ല എന്ന് പറയാൻ കാരണം അന്ന് ആ ജലത്തിൽ നിന്ന്, ആ കുളത്തിൽ നിന്നാണ്, ആ ജലാശയത്തിൽ നിന്നാണ് നമ്മളെല്ലാവരും ജലം കുടി എടുത്തിരുന്നത്. മനസ്സിലായില്ല? അപ്പോൾ അതുകൂടി കൊണ്ടാവണം കാവ് തീണ്ടരുത്, കാവ് തീണ്ടിയാൽ നാട്ടിൽ നശിക്കും എന്ന് പറയാൻ കാരണം. അപ്പോൾ തിരുവേണി, ഈ ജ്യോത്സ്യപ്രകാരം നമ്മൾ ഈ ഫലം വെച്ച് നോക്കി അല്ലെങ്കിൽ ഇന്ന കർമ്മങ്ങൾ അല്ലെങ്കിൽ ഇന്ന ക്രിയകൾ, പാല്, നൂറ്, മുട്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവങ്ങളുണ്ട്. ഇതൊക്കെ ചെയ്തുകൊണ്ട് ഇതുമായിട്ട് എങ്ങനെയാണ് അതിനെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നത്? ഒന്ന് പ്രാർത്ഥനാഫലമാണ് ഉണ്ടാവുക അതുകൊണ്ട്. രണ്ടാമത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. കാവിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അത് നശിക്കാതെ നോക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ ഒരു കാവിനെ പുനഃസൃഷ്ടിക്കാൻ ഇന്നത്തെ കാലത്ത് നടക്കില്ല. സാമാന്യം അതിന് പിന്നെയും പ്രശ്നങ്ങളുണ്ടാവും. കാരണം കാവ് ഉണ്ടായിരുന്ന സ്ഥലത്താണ് പലരുടെയും വീടുള്ളത്. അപ്പോൾ അതിനെ പുനഃസൃഷ്ടിക്കാൻ സാധിക്കില്ല. അപ്പോൾ പ്രാർത്ഥനയിലൂടെയാണ് സാമാന്യം നമുക്ക് എന്തുണ്ടാവുക, പിന്നീട് ആ കർമ്മഫലത്തിൽ നിന്ന്, നമ്മൾ ചെയ്ത കർമ്മഫലത്തിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ദുരിതത്തിൽ നിന്ന് മുക്തി ഉണ്ടാവാനുള്ള മാർഗം. കലിയുഗത്തിൽ പ്രാർത്ഥനയ്ക്ക്, നാമജപത്തിന് അത്രയും പ്രാധാന്യമുണ്ട്. അപ്പോൾ ആ പ്രാർത്ഥനയിലൂടെയാണ് എന്ത് ചെയ്താലും പ്രാർത്ഥനയ്ക്ക് പ്രസക്തിയുണ്ട്. വെറുതെ കൊണ്ട് വെച്ചതുകൊണ്ടോ വഴിപാട് കഴിച്ചതുകൊണ്ടോ കുറേ കാശ് കൊണ്ടോ കൊടുത്തതിൽ യാതൊരു കാര്യവുമില്ല. ഇതൊന്നും ഇല്ലെങ്കിലും പ്രാർത്ഥന ഉണ്ടെങ്കിൽ അതിൻ്റെ ഫലം തന്നെ കിട്ടും. പ്രാർത്ഥനയ്ക്കാണ് ഇമ്പോർട്ടൻറ്റ്. വെറുതെ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ പ്രാർത്ഥിക്കണം എന്നില്ല. അപ്പോൾ ഇതൊക്കെ ഒരു എന്തെങ്കിലും ഒരു ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു സംവിധാനം എപ്പോഴൊക്കെയോ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ്. ക്ഷേത്രങ്ങൾ, ഈ ലോകത്ത് നിരവധി ക്ഷേത്രങ്ങൾ ഉണ്ട്. പക്ഷേ ഈ ക്ഷേത്രങ്ങളെല്ലാം പണിതിരിക്കുന്നത് ഒരേ ആശയപരം അല്ലെങ്കിൽ ഒരേ ഒരു ആർക്കിടെക്ചറൽ ടെക്നോളജി ഉപയോഗിച്ചിട്ടൊന്നുമല്ല. അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെ പുരാണ ലിപികളിൽ അല്ലെങ്കിൽ പുസ്തകങ്ങളിൽ എഴുതിയ പോലെ അതുപോലെ ഒന്നുമല്ല എല്ലാ ക്ഷേത്രങ്ങളും. എന്നാലും എല്ലാം ക്ഷേത്രങ്ങളാണല്ലോ. അപ്പോൾ ഈ ചില ക്ഷേത്രങ്ങൾക്ക് ഇന്ന രീതി തന്നെ വേണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എന്തൊക്കെയാണ് ഈ ക്ഷേത്രങ്ങളുടെ? അതായത് കേരള സമ്പ്രദായത്തിനനുസരിച്ച് വാസ്തു ബന്ധപ്പെടുത്തി, അല്ലെങ്കിൽ തന്ത്രവും ഇതെല്ലാം കണക്റ്റഡാണ്. അതിനോട് ബന്ധപ്പെടുത്തി കേരളത്തിലെ ക്ഷേത്രഘടനയ്ക്ക് പ്രത്യേകതകളുണ്ട്. അത് ഇപ്പോൾ ശ്രീകോവിലിൻ്റെ കാര്യമെടുത്താൽ അതിനൊരു ആധാരശില, നമ്മൾ വിഗ്രഹം മാത്രമേ കാണുള്ളൂ, പക്ഷേ അതിൻ്റെ അടിയിൽ ആധാരശിലയിലൊരു കുഴി, ആ കുഴിയിൽ നിധികുംഭത്തിൻ്റെ മേലിൽ പത്മം, കൂർമ്മം, യോഗനാളം, നപുംസകശില, പീഠം, വിഗ്രഹം, താഴികുടം. ഇതാണിതിൻ്റെ ഓർഡർ. നമ്മൾ വിഗ്രഹം മാത്രമേ കാണുള്ളൂ.
കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക.